എല്ലാവർക്കും ക്രേസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ മൊഞ്ചുള്ള കൊഞ്ച് ചെമ്മീൻ കറി, വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മൊഞ്ചുള്ള കൊഞ്ച്. അതിന് വേണ്ടതായ ഇൻഗ്രീഡിയൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാനൊരു 1/2 കിലോഗ്രാമോളം കൊഞ്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലുള്ള നാരും അതെല്ലാം കളഞ്ഞതാണ്. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഒരു 1/2 മുറി തക്കാളി അത് പ്യൂരിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കായം പൊടിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ സ്ലൈസുകളായിട്ട് മുറിച്ചത്, 1 ചുള വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 2 പച്ചമുളക് ചെറിയ സ്ലൈസുകളാക്കിയത്, 3 വറ്റൽമുളക് ചെറിയ സ്ലൈസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചത്, 1 നാരങ്ങയുടെ നീര്, കുറച്ച് ഉലുവ, ആവശ്യത്തിന് കടുക്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അതിന് വേണ്ടതായ വെള്ളം, ചെമ്മീൻ നമുക്ക് വറക്കണം, അതിനെല്ലാം വേണ്ടതായ വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മൊഞ്ചുള്ള കൊഞ്ച് ഉണ്ടാക്കാൻ വേണ്ടത്. മൊഞ്ചുള്ള കൊഞ്ച് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചെമ്മീൻ ആദ്യം മാരിനേറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ചെമ്മീൻ നമ്മളെപ്പോഴും വൃത്തിയാക്കുമ്പോൾ ചെമ്മീൻ്റെ ഈ ബാക്ക് വശത്ത് ഒരു ചെറിയൊരു നൂല് പോലെ ഒരു ബ്ലാക്ക് കളറിലൊരു സാധനം ഉണ്ടാവും. ഇത് നമ്മൾ എടുത്ത് കളയണം. ഇല്ലെങ്കിൽ നമുക്ക് വയറിൽ അസ്വസ്ഥത കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തന്നെയല്ല, നമ്മൾ അലർജി ആയിട്ടുള്ള സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങൾ, എന്തെങ്കിലും അലർജി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ചെമ്മീൻ അധികം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തന്നെയുമല്ല, നമ്മൾ ചെമ്മീനോ അല്ലെങ്കിൽ കൊഞ്ച് അതുപോലെയുള്ള സീ ഫുഡ്സുകൾ പ്രത്യേകിച്ചും കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പെപ്സി, കോള, അതുപോലെ മിറിണ്ട തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഏതെങ്കിലും കുടിക്കുകയാണെങ്കിൽ ചില കേസുകളിൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെമ്മീൻ കഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരിക്കലും സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കിലോളം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചെയ്ത് നമുക്കതുകൊണ്ട് കൈകൊണ്ട് ശരിക്കും തിരുമ്മി ഈ ചെമ്മീനിലേക്ക് പിടിപ്പിക്കണം. ചെമ്മീൻ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ഈ പൊടികൾ എപ്പോഴും എണ്ണയിലേക്ക് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാനും അതിൻ്റെ സ്വാദ് മാറാനുള്ള, അതിൻ്റെ കളറും മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് വെള്ളത്തിലത് ചാലിച്ച് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ കളറോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളോ ഒന്നും നഷ്ടപ്പെടാതെ നമുക്കത് ഇത് ചെയ്ത് എടുക്കാം, വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളത്തിൽ ചാലിച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേണം വെളിച്ചെണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. പാത്രത്തിലേക്ക് മുളക് പൊടി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, കായം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നോക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. നമുക്ക് ചെമ്മീൻ നമുക്ക് ഒരു ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ചെമ്മീൻ നമുക്ക് അധികം നേരം ഫ്രൈ ചെയ്യേണ്ട, നമുക്കിത് മറിച്ചിടാം.
ചെമ്മീൻ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കണം. ചെമ്മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് വറുത്ത് പോരാം. ഞാനൊരു മീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നു തുടങ്ങി. തീ കുറച്ചിടണം. സിം ഫ്ലെയിമിലേക്ക് ഇട്ടു. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായി. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉലുവ ചേർക്കാം. കടുകൊക്കെ ഏറെക്കുറെ പൊട്ടുന്ന സമയം കൊണ്ട് വറ്റൽമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതെല്ലാം നമ്മുടെ വഴറ്റിയെടുക്കണം. നമ്മൾ പൊടികൾ പേസ്റ്റാക്കി വെച്ചായിരുന്നു. ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി, അര തക്കാളിയുടെ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. തിള വന്നു. വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കാം. അധികം വേവ് വേണ്ട. ചെമ്മീൻ അധികം വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വീണ്ടും നമുക്കിത് മൂടി വെച്ച് ഒന്നോടെ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഒന്നോടെ ഒന്ന് നോക്കാം. ഗ്രേവി ചെറുതായിട്ട് ഒന്നോടെ ഒന്ന് കുറുകി വരാനുണ്ട്. അതായത് തുറന്ന് വെച്ച് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. കൊഞ്ചുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തയ്യാർ ചെയ്ത മൊഞ്ചുള്ള കൊഞ്ച് റെഡിയാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം യഥാസമയം കാണുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ നന്ദി.